ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിർണായക ഘടകമാണ് റേഞ്ച്. അതിവേഗം വികസിക്കുന്ന ഒന്നാണ് EV സെഗ്മെന്റ്. അതുകൊണ്ട് തന്നെ പുതിയ ബ്രാൻഡുകളുടെ കടന്നുവരവിലൂടെ വിൽപ്പനയ്ക്കെത്തുന്ന ഇലക്ട്രിക് കാറുകളുടെ ഡ്രൈവിംഗ് റേഞ്ചിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. 30 ലക്ഷം രൂപയിൽ താഴെയുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഇലക്ട്രിക് കാറുകൾ ഏതൊക്കെയെന്ന് നോക്കാം. മഹീന്ദ്ര BE6 ഒറ്റ ചാർജിൽ 682 കിലോമീറ്റർ വരെയുള്ള ഏറ്റവും ഉയർന്ന റേഞ്ച് കണക്ക് നൽകി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു മോഡലാണ് മഹീന്ദ്ര BE6. 79 കിലോവാട്ട് ഹവർ ബാറ്ററി പാക്ക് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് SUV ടോപ്പ് സ്പെക് പാക്ക് 3 വേരിയന്റിന് വില വരുന്നത് 26.90 ലക്ഷം രൂപയാണ്. 535 കിലോമീറ്റർ റേഞ്ച് കണക്കുള്ള ഒരു ചെറിയ 59 കിലോവാട്ട് ഹവർ ബാറ്ററി പാക്ക് ഓപ്ഷനുമുണ്ട്. 18.90 ലക്ഷം രൂപ വിലയിലാണ് BE6ന്റെ വില ആരംഭിക്കുന്നത്. ഇത് എക്സ്ഷോറൂം വിലയാണ്. അടുത്തത് മഹീന്ദ്ര XUV 9e ആണ്. മഹീന്ദ്ര XUV 9eക്കാണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനമുള്ളത്. 656 കിലോമീറ്റർ റേഞ്ച് ആണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇലക്ട്രിക് കൂപ്പെ SUVയുടെ വില 21.09 മുതൽ 30.50 ലക്ഷം രൂപയാണ്. ഇത് എക്സ്ഷോറൂം വിലയാണ്. BE6 പോലെ തന്നെ XUV 9e ഒരു ചെറിയ 59 കിലോവാട്ട് ഹവർ ബാറ്ററി പാക്കിലും ലഭ്യമാണ്. ഇത് ഒറ്റ ചാർജിൽ 542 കിലോമീറ്റർ വരെ റേഞ്ച് നൽകുമെന്നാണ് പറയുന്നത്. ടാറ്റ കാർ VV മഹീന്ദ്ര ഇലക്ട്രിക് ജോഡിക്ക് പിന്നിൽ ടാറ്റ കാർ VV ആണുള്ളത്. 45 കിലോവാട്ട് ഹവർ, 55 കിലോവാട്ട് ഹവർ എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ ഇലക്ട്രിക് കൂപ്പെ SUV ലഭ്യമാണ്. ഒറ്റ ചാർജിൽ 585 കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ ഇതിന് സാധിക്കും. ചെറിയ ബാറ്ററി പാക്ക് 502 കിലോമീറ്റർ റേഞ്ചുമായാണ് വരുന്നത്. 17.49 ലക്ഷം രൂപയ്ക്കും 21.99 ലക്ഷം രൂപയ്ക്കും ഇടയിലാണ് കാർ VVയുടെ വില വരുന്നത്. ഇത് എക്സ്ഷോറൂം വിലയാണ്. BYD E-MAX 7 BYD കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് E-MAX 7 പുറത്തിറക്കിയത്. 26.9 ലക്ഷം രൂപയാണ് മോഡലിന്റെ പ്രാരംഭ വില. ഇത് എക്സ്ഷോറൂം വിലയാണ്. വലിയ 71.8 കിലോവാട്ട് ഹവർ ബാറ്ററി പാക്ക് ഉള്ള ഇലക്ട്രിക് MPV ഒറ്റ ചാർജിൽ 530 കിലോമീറ്റർ റേഞ്ചാണ് അവകാശപ്പെടുന്നത്. അതേസമയം ചെറിയ 55.4 കിലോവാട്ട് ഹവർ യൂണിറ്റിന് 420 കിലോമീറ്റർ ഓടാൻ കഴിയും. 71.8 കിലോവാട്ട് ഹവർ ബാറ്ററി പാക്ക് ഉള്ള ടോപ്പ് സ്പെക് സുപ്പീരിയർ 7 സീറ്റർ വേരിയന്റിന് 29.9 ലക്ഷം രൂപയാണ് വില വരുന്നത്. ഇത് എക്സ്ഷോറൂം വിലയാണ്. BYD Atto 3 ഡൈനാമിക്, പ്രീമിയം, സുപ്പീരിയർ എന്നിങ്ങനെ 3 വേരിയന്റുകളിൽ BYD Atto 3 ലഭ്യമാണ്. ടോപ്പ് ഓഫ്ലൈൻ സുപ്പീരിയറിനും മിഡ് സ്പെക് പ്രീമിയം ട്രിമ്മുകൾക്കും വലിയ 60.48 കിലോവാട്ട് ഹവർ ബാറ്ററി പാക്ക് ആണ് ലഭിക്കുക. ഇതിന് ഒറ്റ ചാർജിൽ 521 കിലോമീറ്റർ റേഞ്ച് ലഭിക്കും. മറുവശത്ത് ഡൈനാമിക് ട്രിം 49.92 കിലോവാട്ട് ഹവർ യൂണിറ്റുമായാണ് വരുന്നത്. ഇത് 468 കിലോമീറ്റർ റേഞ്ച് അവകാശപ്പെടുന്നു. 24.99 ലക്ഷം രൂപ മുതൽ 33.99 ലക്ഷം രൂപ വരെയാണ് ഇലക്ട്രിക് SUVയുടെ വില വരുന്നത്. മാരുതി സുസുക്കി E-VITARA 2025 ഓട്ടോ എക്സ്പോയിലാണ് E-VITARA ഇന്ത്യയിൽ അനാച്ഛാദനം ചെയ്തത്. ഔദ്യോഗിക ലോഞ്ചിന് ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. മോഡലിന്റെ വില ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 49 കിലോവാട്ട് ഹവർ, 61 കിലോവാട്ട് ഹവർ എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ ഇലക്ട്രിക് SUV ലഭ്യമാണ്. വലിയ ബാറ്ററി പാക്ക് ഒറ്റ ചാർജിൽ 500 കിലോമീറ്ററിലധികം റേഞ്ച് നൽകും. മാരുതി സുസുക്കി E-VITARA 2025 മാർച്ചിൽ വിൽപ്പനയ്ക്കെത്തും. ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക് 2025 ഓട്ടോ എക്സ്പോയിൽ ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ലിമിറ്റഡ് ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക് പുറത്തിറക്കിയിരുന്നു. 42 കിലോവാട്ട് ഹവർ, 51.4 കിലോവാട്ട് ഹവർ യൂണിറ്റുകളിൽ ഇലക്ട്രിക് SUVക്ക് രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളുണ്ട്. ഇത് യഥാക്രമം 390 കിലോമീറ്ററും 473 കിലോമീറ്ററും റേഞ്ച് അവകാശപ്പെടുന്നു. ക്രെറ്റ EVയുടെ വില ആരംഭിക്കുന്നത് 17.99 ലക്ഷം രൂപയിലാണ്. ഇത് എക്സ്ഷോറൂം വിലയാണ്. ടോപ്പ് സ്പെക് എക്സലൻസ് വേരിയന്റിന് 23.50 ലക്ഷം രൂപയാണ് വില വരുന്നത്. ഇത് എക്സ്ഷോറൂം വിലയാണ്.